ഹലോ എവരിവൺ, നമ്മളിപ്പോൾ സിക്കിമിലാണുള്ളത്. സിക്കിമിൽ ഗാങ്ടോക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒരു റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ആക്ച്വലി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമ്മൾ സിൽഗുരിയിൽ നിന്നാണ് ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് വന്നത്. പക്ഷേ കാര്യമായിട്ട് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. റോഡ് ഫുൾ ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. ഒരു 1.5 hours ഒക്കെ ഒരു ലാൻഡ് സ്ലൈഡ് ഒക്കെ ആയിട്ട് നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്കായി. ഇന്നിപ്പോൾ കാലത്ത് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് നാതുല പാസിലേക്കാണ് പോകുന്നത്. നാതുല പാസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു ബോർഡറായിട്ട് വരുന്ന ഒരു മൗണ്ടൻ പാസ് ആണ്. അപ്പോൾ നമ്മൾ കുറേ റോഡ് ട്രിപ്പുകൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയുടെ ഈ ഒരു സൈഡ്, അതായത് നോർത്ത് ഈസ്റ്റിലെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻവൈറ്റ് വന്നു. ഹോണ്ടയുടെ അടുത്തുനിന്ന് ഡ്രൈവ് ടു ഡിസ്കവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ടെംപ്റ്റേഷൻ അതുണ്ടായിരുന്നു. മാത്രമല്ല ആദ്യമായിട്ടാണ് കണ്ടന്റ് വിത്ത് കാഴ്സിന്റെ പേരിൽ ഒരു ഇൻവൈറ്റും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് നിങ്ങളെ കൂടി ഈ ഡ്രൈവിന് കൂടെ കൊണ്ടുപോകാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇതുവരെ ഒരു ട്രാവലോഗ് വീഡിയോ ചെയ്തിട്ടില്ല. ട്രാവലോഗ് വീഡിയോ ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് സംഹൗ വിൽ ഫിഗർ ഔട്ട്. നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയുടെയും കുറച്ച് വോയിസ് ഓവറും എല്ലാം വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാരാണ് ഇവിടെ ടൈറ്റാനിക് കളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ ബാക്കിൽ? അപ്പോൾ നമുക്ക് സന്തോഷ് ജോർജ് കുളങ്ങരേനെയും ബാക്കി വലിയ വലിയ സഞ്ചാരികളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു യാത്ര തുടങ്ങാം. അപ്പോൾ അറിയാത്ത കുറേ സ്ഥലങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അറിയാത്ത കുറേ വഴികളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിചയമുള്ള ഒരാളെ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞ പോലെ ഞാനിന്നിപ്പോൾ നമ്മുടെ ഈ ഹോണ്ട സിറ്റി കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇത് സാധാരണ ഹോണ്ട സിറ്റി അല്ല, ഹോണ്ട സിറ്റി ഹൈബ്രിഡ്. വിൽ സ്റ്റാർട്ട് നൗ. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് ഒന്നിച്ച് കാണാം. സിക്കിം ലോട്ടറി ടിക്കറ്റിലാണ് ഞാൻ ആദ്യമായി പേര് കേൾക്കുന്നത്. വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ ഒരു വശം ഭൂട്ടാനും മറ്റൊരു വശം നേപ്പാളും മൂന്നാമതൊരു വശം ചൈനയുമാണ്. ഗോവ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയും. ഹിമാലയൻ മലനിരകളുടെ താഴത്തുള്ള ഈ കൊച്ചു സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ കാഞ്ചൻജംഗ എന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 4 ദിവസം മലയോര കാഴ്ചകളെല്ലാം കണ്ട് സിക്കിമിനെ അടുത്തറിയാനായി 600ഓളം കിലോമീറ്റർ യാത്ര ചെയ്യാനായിരുന്നു നമ്മുടെ ഉദ്ദേശം. തലസ്ഥാന നഗരമായ ഗാങ്ടോക്കിൽ നിന്നും യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം നാതുല പാസ് ആയിരുന്നു. തണുപ്പുള്ള സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് കാലറികൾ ആവശ്യമായി വരുമെന്ന് മനസ്സിലാക്കി ഒരു വലിയ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാനന്ന് കഴിച്ചത്. അപ്പൊ തണുപ്പില്ലാത്ത സമയത്ത് കഴിക്കുന്നത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. 55 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിച്ചിടത്തുനിന്ന് നാതുല പാസിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 14,000 അടി ഉയരത്തിലുള്ള ചുരത്തിന്റെ മറുവശം ചൈനയാണ്. കുത്തനെയുള്ള കയറ്റമാണ്. വൈകാതെ ഒരു ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 30 km/h ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്കതൊരു കുഴപ്പമേ അല്ലായിരുന്നു. കാരണം വി വർ ഡൂയിങ് 0 km/h ബിക്കോസ് ഓഫ് ദ ട്രാഫിക്. സിക്കിമാണ് ഗോവയ്ക്ക് പുറമെ കാസിനോകൾ ലീഗലാക്കിയ മറ്റൊരു സംസ്ഥാനം. നിരവധി കാസിനോ ബോർഡുകളിലെ താഴെ അതിനേക്കാൾ ആവശ്യമായ മറ്റൊന്ന് കണ്ടു. ഓക്സിജൻ സിലിണ്ടറുകളാണവ. നാതുല പാസിൽ എത്തുമ്പോൾ പലർക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനാൽ ഇതൊരെണ്ണം വാങ്ങാൻ അവർ നമ്മളെ നിർബന്ധിച്ചു. തണുപ്പിൽ കൈമരവയ്ക്കാതിരിക്കാൻ ഒരു പെയർ ഗ്ലൗസ് ഞാൻ വാങ്ങി. അതുകൊണ്ട് ആദ്യമായി ഗ്ലൗ ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റി. വാഹനത്തിലെ യാത്രക്കാരെ കുറിച്ചുള്ള വിവരം നേരത്തെ ഇവർക്ക് കൈമാറിയതുകൊണ്ട് അധികം നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. വഴിയിലുടനീളം പ്രയർ ഫ്ലാഗ് സ്ഥാപിച്ചിരുന്നു. നല്ല കാറ്റുള്ള സ്ഥലത്ത് പ്രാർത്ഥനാ ശ്ലോകങ്ങൾ എഴുതിയ ഇത്തരം കൊടികൾ വെച്ചാൽ കാറ്റിനോടൊപ്പം ഇതിലുള്ള പ്രയേഴ്സും എല്ലായിടത്തും എത്തുമെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. കുറച്ചു കഴിഞ്ഞോടുകൂടി നല്ല ഫോഗ് വന്ന് വിസിബിലിറ്റി നന്നായി കുറഞ്ഞു. ഇങ്ങനെ പോയാൽ മുകളിലെത്തുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ സംശയിച്ചു. വെറും 300 കിലോമീറ്റർ മാത്രം ഓടിയ പുത്തൻ ഹോണ്ട സിറ്റിയാണ് ഞാൻ അന്നേരം ഓടിച്ചിരുന്നത്. കയറ്റത്തിൽ ഈ CVT സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുമായിരുന്നു. സിറ്റി ഹൈബ്രിഡിന്റെ ഇലക്ട്രിക് അസിസ്റ്റ് ഈ കയറ്റമെല്ലാം അനായാസമാക്കി തരുമ്പോഴും ഇത്രയും നല്ല റൂട്ടിൽ ഒരു മാനുവൽ സിറ്റി ആയിരുന്നെങ്കിൽ എന്നായിരുന്നു എന്റെ മനസ്സിൽ. ഉയരം കൂടുന്തോറും തണുപ്പും കൂടിക്കൊണ്ടേയിരുന്നു. നല്ല ഉയരത്തിലെത്തിയപ്പോൾ നേരത്തെ കണ്ടത് ഫോഗല്ലെന്നും മേഘങ്ങളാണെന്നും വ്യക്തമായി. ദൂരെ മലനിരകളിൽ ഐസ് വീണിരിക്കുന്നതും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഇവിടുത്തെ റോഡുകളെല്ലാം നിർമ്മിച്ചതും ഇപ്പോൾ പരിപാലിച്ചു പോരുന്നതും. റോഡരികിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളിലെല്ലാം ഇവരുടെ ചുരുക്കപ്പേരായ BRO എന്നെഴുതി വച്ചിരിക്കുന്നത് സ്നേഹത്തോടെ ബ്രോ എന്ന് ചേർത്ത് പറയുന്നത് പോലെ തോന്നി. ആദ്യം റോഡിൽ പാലിക്കേണ്ട മര്യാദകളും നിയമങ്ങളും പഠിപ്പിച്ചിരുന്ന ഈ ബോർഡുകൾ പിന്നീട് വളരെ ഫിലോസഫിക്കലായി പല ആശയങ്ങളും പറയുന്നത് നമുക്ക് കാണാം. ശരിക്കും സമയം 1 മണിയായിട്ടുള്ളൂവെങ്കിലും ഐഫോണിൽ
ചൈനയിലെ ടവറിൽ കാണിക്കുന്ന 3:30 മണി തിരഞ്ഞെടുത്തതായി കാണാൻ സാധിച്ചു. അങ്ങനെ നാദുല പാസിൽ എത്തി. ഹോണ്ട സിറ്റി താഴെ പാർക്ക് ചെയ്ത് ഒരു ഇന്നോവയിലാണ് മുകളിലോട്ട് പോയത്. ഓക്കെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ സ്നോ ഉണ്ട്. കുറച്ച് സ്നോ നമുക്കിവിടെ കാണാൻ പറ്റും. സ്നോ ഒഴുക്കൊക്കെയാണ്. നമ്മളിവിടെ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോകും. ആ കാണുന്ന റെഡ് കളറിലുള്ള ബിൽഡിങ്ങും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പച്ച കളറിലുള്ള ഒരു വാക്ക് വേ ആണ് ശരിക്കും നാദുല പാസിലേക്കുള്ള എൻട്രി. കുറേ അധികം ടൂറിസ്റ്റുകൾ ഉണ്ട് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട്. കുറച്ച് വിൻഡിയാണ്, ഭയങ്കര സണ്ണിയാണ്. നേരത്തെ നമ്മൾ ഫോഗി ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ടൊന്നും കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ അത് മേഘങ്ങളായിരുന്നു. മേഘങ്ങളിലെ മുകളിലെത്തി. ആൻഡ് മേഘങ്ങൾ പോയോടുകൂടി നമുക്ക് ഷെയ്ഡൊന്നുമില്ല. സൺ ഈസ് വെരി ബ്രൈറ്റ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സണ്ണിയാണ്. ഇവിടെ നിന്ന് പോയിട്ട് ആ മൗണ്ടൻ മാസ് ഒന്ന് കണ്ടിട്ട് വരാം. സ്റ്റെപ്പ് കയറി ശ്വാസം കിട്ടാതെ മുകളിലെത്തിയപ്പോൾ മനസ്സിലായി ഇവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പാടില്ലെന്ന്. മറ്റുള്ളവരെ പോലെ ഞാനും നിരാശനായി തിരിച്ചിറങ്ങി. പാർക്ക് ചെയ്തിട്ടിരുന്ന വാഹനങ്ങൾക്കിടയിൽ നമ്മുടെ ഇന്നോവ കണ്ടുപിടിച്ച് അകത്ത് കയറി. അപ്പോൾ നമുക്ക് 14,000 അടിയുടെ മുകളിലാണ്. നമുക്കിവിടെ ഓക്സിജൻ ഭയങ്കര കുറവാണ്. ഞാനിപ്പോൾ തിരിച്ച് നടന്ന് ഇന്നോവയിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഒരു മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ ഇവരൊന്ന് താഴെ മേടിക്കാൻ കിട്ടുമെന്നാണ് നമ്മൾ നേരത്തെ കണ്ട സംഭവമാണ്. അത് ഈ വണ്ടിയിലുണ്ട്. കുറച്ചൊരു ലൈറ്റ് ഹെഡഡ് ആയിട്ട് തോന്നുന്നുണ്ട്, കാരണം ഓക്സിജൻ ഇത്തിരി കുറഞ്ഞതിൻ്റെ പേരിൽ. ഇതൊന്ന് ബ്രീത്ത് ചെയ്താൽ ബെറ്റർ ആവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഇത്രയും കൂടിയും ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് ആക്ച്വലി കുറച്ചും കൂടി ഒരു ബെറ്റർ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇത് ഫുള്ള് ഞാൻ തന്നെ വലിച്ചു ചേർക്കും തോന്നുന്നു. ഈ ഉയരത്തിന്റെയും തണുപ്പിന്റെയും ഒക്കെ ആവാം പിന്നീട് ഞാനും വളരെ ഫിലോസഫിക്കലായി സംസാരിക്കാൻ തുടങ്ങി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ മനുഷ്യരുടെ കാര്യം. നമ്മൾ ഇത്രയും ഹോസ്റ്റൈൽ ആയിട്ടുള്ള വെതറിലും ഇത്ര അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. അതിന് നമുക്ക് വേറെ ശരീരത്തിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പട്ടികൾക്ക് വളരെ തിക്കായിട്ടുള്ളൊരു ഫർ കോട്ട് ഉണ്ട്. അതുപോലെ ഇവിടുത്തെ യാക്ക് എന്ന് പറയുന്ന പശുക്കളുടെ വർഗ്ഗത്തിലുള്ള ഒരു ജീവി, അതിനും വളരെ തിക്കായിട്ടുള്ളൊരു കോട്ട് ഉണ്ട്. പക്ഷേ മനുഷ്യർക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ വി ആർ അഡാപ്റ്റഡ് എല്ലാ സ്ഥലത്തും പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ തന്നെ അതിന് വേണ്ടി ഡ്രസ്സപ്പ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എത്ര അഡ്വേഴ്സ് വെതറിൽ എത്ര ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയിൽ നമ്മൾ സർവൈവ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആൻഡ് ഇതിപ്പോൾ ഇവിടെ നമ്മൾ ജനിച്ചത് കൊണ്ട് നമ്മളിവിടെ സർവൈവ് ചെയ്യല്ല. ഇതിപ്പോൾ വിനോദത്തിന് വേണ്ടിയിട്ട് ഇത്ര അധികം ടൂറിസ്റ്റുകൾ വന്ന് ഈ സ്ഥലം കണ്ടിട്ട് പോകുന്നുണ്ട്. പലർക്കും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, പലർക്കും മുകളിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. ബട്ട് എന്നാലും ദാറ്റ് ഹാസൻ സ്റ്റോപ്പ് ദം ഫ്രം കമ്മിങ് ഹിയർ. ഇപ്പം ഇത്ര അധികം ഇന്നോവകൾ ഇവിടെ ഉണ്ട്, ഇത്ര അധികം ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയല്ല. നമ്മൾ കയറ്റമൊക്കെ കയറാൻ തുടങ്ങിയോണ്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. പഴയ ഡീസൽ എഞ്ചിനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് പോവും. നമ്മൾ പാർക്ക് ചെയ്തേക്കണം നമ്മുടെ കാറുകളുടെ അടുത്തേക്ക് പോയിട്ട് ഇനി ആ വണ്ടികൾ എടുത്തിട്ട് വിൽ ബി ഗോയിങ് ഡൗൺ. ഇവിടെ നിന്ന് പോകണ വഴിക്ക് നമ്മളൊരു ലേക്കിൻ്റെ അടുത്ത് ചെല്ലും, പറ്റി അവിടെ ഷൂട്ട് ചെയ്യും. കുറച്ച് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. ആൻഡ് ഇതിനിടയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കണം. ഇനിയുള്ള പ്രോഗ്രാം എന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് ലെറ്റ് സീ. അധികം വൈകാതെ ഞങ്ങൾ താഴേക്കുള്ള യാത്ര തുടങ്ങി. 15,000 അടി ഒരു വിമാനത്തിന്റെ പ്രഷറൈസ്ഡ് ക്യാബിനിൽ ഇരുന്ന് പോകുന്ന പോലെ അല്ല ശരിക്കും ഇത്രയും ഉയരത്തിൽ എന്ന് നാദില ഒന്ന് ഓർമ്മപ്പെടുത്തി. താഴേക്ക് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകൾ ഒന്നുകൂടി സുന്ദരമായി തോന്നി. ഡെൻസ് എയർ വാസ് എ ഗ്രേറ്റ് ഫീലിംഗ്. വാട്ടർ ടാങ്കുമായി പോകുന്ന ഈ ലോറിയുടെ ഡയഗണലി ഓപ്പോസിറ്റ് വീലുകളിൽ സ്നോ ചെയിൻ ഇട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിനർത്ഥം മറ്റെവിടെയോ നല്ല മഞ്ഞുവീഴ്ച ഉണ്ടെന്നാണ്. പുറത്ത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ, നാതുലയിൽ മൈനസും. താഴെ കാണുന്ന സോങ്മോ തടാകമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ലേക്കിന്റെ അടുത്ത് യാക്കുകൾ വിശ്രമിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് വേണമെങ്കിൽ ഇവരുടെ പുറത്തിരുന്ന് സവാരി നടത്താം. അതിമനോഹരമായ തടാകത്തിന്റെ അടുത്ത് വാഹനം നിർത്തി കുറച്ചു നേരം അതിന്റെ ഭംഗി ആസ്വദിച്ചു. ഈ യാത്രയിൽ ഹോണ്ടയുടെ പ്രസിഡന്റായ ടക്യോ സാനും ഡയറക്ടർ മുരാത്ത സാനും വൈസ് പ്രസിഡന്റ് കുനാൽ സാനും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ചെറിയ റെസ്റ്റോറന്റിൽ കയറി സാധാരണക്കാരെ പോലെ ഭക്ഷണം കഴിച്ച് യാത്രക്കിടയിലുള്ള വിശ്രമവേളയിൽ തമാശയും പറഞ്ഞ് അവർ നമ്മോടൊപ്പം കൂടി. നാട്ടിൽ ഒരുപാട് പണികൾ ബാക്കിയിട്ടിട്ടാണ് ഈ ഒരു ഡ്രൈവിന് വേണ്ടി ഇത്രയും ദിവസം മാറ്റിവെച്ചതെന്നുള്ള പലരുടെയും പരാതി ഇതോടെ മാറി. ഒരാഴ്ചയോളം ഹോണ്ട കമ്പനിയുടെ കാര്യം എന്തായോ എന്തോ. നമ്മൾ നാത്തുലയിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇവിടെ ഒരു ചെറിയൊരു കഫേയിൽ കയറിയിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. മൊത്തം ഡൗൺ ഹില്ലായിരുന്നുകൊണ്ട് സിറ്റിക്ക് നല്ല മൈലേജാണ് കിട്ടിയേക്കുന്നത്. ഞാനിവിടെ കാണിച്ചു തരാം. 37 ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അൺബിലീവബിൾ സിറ്റി ഹൈബ്രിഡ് ആയതുകൊണ്ട്. ഊണ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് വെച്ചുപിടിപ്പിച്ചു.
തലേദിവസം താമസിച്ച മേഫെയർ എന്ന ഹോട്ടലിലാണ് ഇന്നും നമുക്ക് താമസം ഒരുക്കിയിരിക്കുന്നത്. സിക്കിമിന്റെ ചരിത്രം മനസ്സിലാക്കാനായി ഹോട്ടലിന്റെ ചുമരിൽ തൂക്കിയിരുന്ന നിരവധി ഫോട്ടോസ് കാണുന്ന കൂട്ടത്തിൽ ഞാനതും കണ്ടു. നമ്മുടെ ഡാഗ്നി അമ്മൂമ്മയുടെ വീട് ഈ പ്രദേശത്ത് എവിടെയോ ആയിരുന്നു. പിറ്റേന്ന് അടുത്ത ലക്ഷ്യമായ പെല്ലിങ്ങിലേക്ക് യാത്ര പോകാനായി ഒരുങ്ങിയപ്പോഴാണ് തലേദിവസം കിട്ടിയ നല്ല റോഡുകൾ ഒരു സിക്കിം ലോട്ടറിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ നേരിടേണ്ടി വന്ന റോഡുകൾ ഇതൊക്കെയാണ്. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ വണ്ടി ഇന്നൊരു എലിവേറ്റ് ആണ്. ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ കണക്കിലെടുത്ത് അടുത്ത 2 ദിവസവും ഞാൻ എലിവേറ്റ് തന്നെ മതി എന്ന് തീരുമാനിച്ചു. ഓക്കെ, സെക്കൻഡ് ഡേ ആണ് ഡ്രൈവ് ടു ഡിസ്കവറിന്റെ. നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടി എലിവേറ്റ് ആണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ഹോണ്ടയുടെ ഡ്രൈവ് ടു ഡിസ്കവറിലൊക്കെ ഒരു വിലാപയാത്ര പോലെ ആയിരുന്നു, നല്ല വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഫൈനലി അവർക്കൊരു പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. ഹോണ്ടയുടെ ഫോർച്യൂൺസ് ഒക്കെ കുറച്ച് ബെറ്റർ ആയി എന്നാണ് അവർ പറയുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി ഈ വണ്ടി നമുക്ക് ഇന്ത്യയിലാണ് കൂടുതൽ ഡെവലപ്മെന്റ് നടന്നത്, അതുപോലെ ടെസ്റ്റിംഗ് ഒക്കെ ഇവിടെയായിരുന്നു. ആൻഡ് ഇതിന്റെ മാനുഫാക്ചറിങ് മുഴുവൻ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് ജപ്പാനിലേക്ക് ഇപ്പോൾ അവരത് അയക്കുന്നുണ്ട്. ജപ്പാനിൽ ഇത് WRV എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ടീനേജ് പിള്ളേരൊക്കെ നമ്മൾ കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ ആദ്യം തന്നെ അച്ഛനും അമ്മയ്ക്കും വെച്ച് കൊടുക്കൂലേ, അവർ കഴിക്കേണ്ടി വരും. അതേപോലത്തെ അവസ്ഥയാണ്. എങ്ങനെയാണ് അവർ ഫീഡ്ബാക്ക് എന്നുള്ളതൊക്കെ നമുക്ക് വഴി അറിയാം. ഇന്നിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചധികം ഒരു 2 hours യാത്രയുണ്ട്. നമുക്ക് വൈകുന്നേരം അവിടെ എത്തുന്നതനുസരിച്ചിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. റോഡൊന്നും വലിയ ഗുണമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ നിന്ന് റോഡുകളേ ഇല്ലാത്ത അവസ്ഥയിലെത്തി. മണ്ണിടിച്ചിലും ഹിമവാതവും കാരണം ഇന്നുള്ള പല റോഡുകളുടെ അവസ്ഥ ഇതാണ്. പലതും ബ്ലോക്കാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പല സ്ഥലത്തും പോകാൻ പറ്റില്ല. ലാസ്റ്റ് ടൈം ഞാൻ ഈ നോർത്ത് ഈസ്റ്റിൽ വന്നത് നമ്മൾ ഹ്യുണ്ടായി വെന്യൂ ഒറിജിനലി ലോഞ്ച് ചെയ്ത സമയത്താണ്. അന്ന് ഗുവാഹട്ടിക്കാണ് പോയിരുന്നത്. അപ്പോൾ ഗുവാഹട്ടിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഗുവാഹട്ടി വരെ ഒറ്റ ഫ്ലൈറ്റ്. ആൻഡ് അത് റേറ്റും വലിയ കൂടുതലൊന്നുമില്ല, 3500 രൂപ അങ്ങനെ എന്തൊക്കെയോ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഇത്രയും ഡിസ്റ്റൻസ് പറയുമ്പോൾ ഡൽഹിയിലും കൂടുതൽ യാത്രയുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇട്ട് ഇൻഡിഗോക്ക് വട്ടായിരിക്കണം എന്നൊക്കെ വിചാരിച്ച് ആരും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഫുൾ ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾ മുഴുവൻ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് എല്ലാ സീറ്റും ഫുള്ള്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഫ്ലൈറ്റിൽ പോകുന്നത്, ലൈക്ക് യൂഷ്വലി ട്രെയിനിലായിരിക്കുമല്ലോ യാത്ര എക്സ്പെൻസീവ് ആണെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇതിലാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് പോയി അവിടെ 2 ദിവസം കൂടുതൽ കിട്ടും, തിരിച്ചു വരുമ്പോഴും 2 ദിവസം മുന്നേ എത്തും. ട്രെയിൻ ഒരു 3 ദിവസം എടുക്കും. അപ്പോൾ ട്രെയിനിൽ 3 ദിവസത്തെ യാത്ര, ഭക്ഷണം ഇതൊക്കെ ഉണ്ടാവും. ആൻഡ് തിരിച്ചു വന്ന് നാട്ടിൽ കയറി കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അത്രയും കൂടുതൽ കാശും കിട്ടും. അപ്പോൾ അവർ പറയുന്നത് ഫ്ലൈറ്റ് ആണ് ലാഭം. ആൻഡ് മിക്കവാറും കേസുകളിലൊക്കെ ഇവരുടെ എംപ്ലോയർ, ഇപ്പോൾ ഹോട്ടലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഹോട്ടൽ മുതലാളി തന്നെ അവർക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തു കൊടുക്കും, കാരണം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതും നഷ്ടമല്ല. അങ്ങനെയാണ് അവർ ഫ്ലൈറ്റിൽ പോയി തുടങ്ങിയത്. ബട്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ആസാമിൽ പോകുന്നത്. ആസാമിൽ വെച്ച് വെന്യൂ ഓടിച്ചടക്കുമ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടായി. നമ്മളവിടെ ഒരിടത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നിർത്തി, കൂടെ എൻ്റെ 2 വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ വണ്ടി അവരും കൊണ്ട് നിർത്തി. നമ്മളവിടെ ഒരു നല്ല ലൊക്കേഷൻ കണ്ട് നിർത്തിയതാണ്. അപ്പോൾ ഈ അടുത്തുള്ളൊരു വീട്ടിലുള്ളൊരു പുള്ളി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞ് ഞാൻ ഡൽഹിക്കാരനാണെന്നുള്ള പോലെ പറഞ്ഞ്, മറ്റേ ആൾ പറഞ്ഞ് ഞാൻ ബോംബെക്കാരനാണെന്ന് പറഞ്ഞാൽ ആൾക്കൊരു ഭാവമാറ്റമില്ല. ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് ഓ കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്തൊക്കെ മറ്റേ ഭയങ്കര തെളിച്ചൊക്കെ വന്ന്, കേരളത്തിൽ എവിടെയെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അയാൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചി. ഓ കൊച്ചി, എൻ്റെ മാമൻ്റെ മോൻ അവിടെ വന്നിട്ടുണ്ട്, അവൻ അവിടെ കുറേ കാലമായിട്ട് എന്തോ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അവനിപ്പോൾ വലിയ നല്ല നിലയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ കഥയൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ വേറെ അടുത്ത് കൂടെ പോണ ആളെ വിളിച്ചിട്ട് കാണിച്ചു കേരള സേർ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന 2 പേരും വിചാരിച്ചു ഇവൻ ആരാണ്, ഇവൻ ഇത്രയും വലിയ സംഭവമാണ്, കേരളം എന്ന് പറഞ്ഞ ഇത്ര വലിയ സംഭവമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ആലോചിച്ച്. കുറച്ച് കഴിഞ്ഞിട്ട് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ നീ ഷെയ്ക്കിനെ കണ്ടിട്ടില്ല, അതുപോലെയാണ് ഇവിടെ. കാരണം ഇവർക്ക് നമ്മൾ കേരളം എന്ന് പറയുന്നത് ദുബായാണ്. ഞാനിപ്പോൾ അവിടെ ചെന്ന് ഇയാൾ എൻ്റെ കൂടെ ആക്ച്വലി വരാൻ റെഡിയാണ്. പുള്ളി പറയണത് ഞാൻ വേണമെങ്കിൽ നാട്ടിലേക്ക് വരാമെന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് പറയുന്നത്. അവിടെ എന്താണ് അഡ്രസ്സ് എന്നാൽ എന്ത് പണി എടുക്കും എന്നൊക്കെ ഉള്ള പോലെ പുള്ളി നമ്മുടെ കൂടെ കൂടാൻ തയ്യാറായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ആസാമിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര ദാരിദ്ര്യമാണ്. എല്ലാ വീട്ടിലും ഈ പറഞ്ഞ പോലെ കുഞ്ഞു വീടുകളാണ്. അവർക്ക് വേറെ വലിയ പണിയൊന്നുമില്ല, വല്ല തോട്ടത്തിലൊക്കെ ചെറിയ പണികളൊക്കെ ചെയ്യണ്ടാവും. നമുക്ക് കാണാൻ പറ്റും ഒരു പകൽ സമയത്ത് ഒരു വർക്കിംഗ് ഡേ, അച്ഛൻ മറ്റേ കീറി പറഞ്ഞ വനീനൊക്കെ ഇട്ട് നിൽക്കുന്നു, 2 മക്കൾ അവിടെ കിടന്ന് കളിക്കുന്നു, അമ്മ അവിടെ എന്തൊക്കെയോ വിറകും സാധനങ്ങളൊക്കെ കൂട്ടുന്നു, ഒരു പട്ടി. അങ്ങനെ ഒരു ജനറലി അവരെല്ലാവരും വീടിൻ്റെ പുറത്തിരിക്കുക, കറണ്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു
ഒരു സ്ഥലത്താണ്. നമ്മളിങ്ങനെ നല്ല ഹൈവേസ് ഒക്കെ ഉണ്ട്, പക്ഷെ പോണ സമയത്ത് മുഴുവൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് അവിടുത്തെ ആ ഒരു ദാരിദ്ര്യവും അവിടുത്തെ കഷ്ടപ്പാടും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ സിക്കിമിലും അതുപോലൊക്കെ തന്നെയാണ്, ആൾക്കാർക്കും ആ ഒരു കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ട്. ഫൈനാൻഷ്യലി അവർ അത്ര വെൽ ഓഫ് ഒന്നല്ല, പക്ഷെ അവർക്കൊരു ബെറ്റർ ലൈഫിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ റോഡുകളും കാര്യങ്ങളും അവർ കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ല. നമുക്കാണ് ഈ റോഡ് കൊള്ളൂല എന്നൊക്കെ നമ്മൾ പറയണം, അല്ലെങ്കിൽ ഇവിടെ ഇന്ന സാധനങ്ങളില്ല, എല്ലാ കടകളിലും നോക്കിയാലും വളരെ കുറച്ചൊക്കെ ഉള്ളൂ ഓരോ സാധനങ്ങളും. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു ബെറ്റർ ലൈഫിന്റെ ഒരു ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. ആൻഡ് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട് അവരുടെ മുഖത്ത്. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും അവരത് വളരെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ജനറലി നല്ല ആൾക്കാരാണ്. ബാക്കി നമുക്ക് കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് നമുക്ക് കുറേയധികം ദൂരം പോകാനുണ്ട്. വൈകുന്നേരം ഇവിടെ ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും സൺസെറ്റ് തുടങ്ങും. 4:45 ഇന്ന് കാണിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയം. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ടാവും. ഇന്നലെ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് കുറച്ചധികം ദൂരം ഓടിക്കാനുണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് വേഗം ഹോട്ടലിലേക്ക് എത്താൻ നോക്കാം. അന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. മലനിരകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഹോട്ടൽ അതിമനോഹരമായ 360 ഡിഗ്രി വ്യൂസ് നമുക്ക് സമ്മാനിച്ചു. ബട്ട് ഇറ്റ് വാസ് സ്റ്റിൽ ഹൈഡിങ് എ സീക്രട്ട്. ക്യാമ്പ് ഫയറും മറ്റുമായി രാത്രി ചെലവഴിച്ച് ഉറങ്ങാൻ വേണ്ടി ഞാൻ റൂമിലേക്ക് പോയി. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോഴാണ് ഞാനത് കണ്ടത്. അതിസുന്ദരമായ കാഞ്ചൻജംഗ കൊടുമുടി അങ്ങ് ദൂരത്ത് സൂര്യന്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്നു. കുറച്ചു നേരമേ ഈ ദൃശ്യം വ്യക്തമായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മേഘങ്ങളാൽ മൂടി. ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളിന്നിപ്പോൾ പെല്ലിങ്ങിലാണുള്ളത്. കാലത്തെ വണ്ടിയുടെ അകത്ത് കയറിയിട്ട് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. നമ്മളിന്നിപ്പോൾ ഓടിക്കുന്ന വണ്ടി എലിവേറ്റ് ആണ്. എലിവേറ്റ് മാനുവൽ ആണ്. അപ്പോൾ ഇന്നലെ CVT ആയിരുന്നു. CVT കുറച്ച് കയറ്റങ്ങളിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാനുവൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി ഹാർഡ് വർക്കാണ്, പക്ഷേ തമ്മിൽ ഭേദം എലിവേറ്റ് ആണ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. സിറ്റി മമേസ് ഒക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യണ കാണാൻ പറ്റും. പൊട്ട റോഡുകളാണ് ഇവിടെ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അടിയൊരയാണ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. സിറ്റിയുടെ ഒക്കെ ഫ്രണ്ട് ഇപ്പോൾ പുതിയ ഫേസ് ലിഫ്റ്റ് കഴിഞ്ഞോടുകൂടി രണ്ടിങ്ങനെ ചാടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും മണ്ണുകൊണ്ട് കവർ ചെയ്തിട്ടൊക്കെയാണ് ഓരോരുത്തർ വന്നേക്കുന്നത്. കുറേ ഭാഗങ്ങളൊക്കെ സ്ക്രേപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് എലിവേറ്റിന് ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നും നമ്മൾ എലിവേറ്റ് തന്നെ എടുത്തിട്ടുണ്ട്. എലിവേറ്റും കൊണ്ട് കുറച്ചും കൂടിയും ഈസി ആയിട്ട് ഇതൊക്കെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സ്കൈ വാക്ക് ഉണ്ട്. അവിടെ ഒരു ബുദ്ധയുടെ ഫിഗറൊക്കെ ഉണ്ട്. സ്കൈ വാക്ക് വലിയ രസമൊന്നുമില്ല. കാലത്തെ അവിടേക്ക് വെറുതെ പോയതാണ്. 100 രൂപയാണ്. പക്ഷേ കയറി മുകളിൽ ചെന്നപ്പോൾ അത്രയ്ക്കുള്ള ഒരു വിഷ്വലൊന്നുമില്ല. അതിലും ഭംഗിയുള്ള വിഷ്വല് നമുക്ക് അവിടെ ഹോട്ടലിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സ്കൈ വാക്കിൽ നിന്ന് വരുമ്പോൾ അതിനേക്കാൾ നല്ല കാഴ്ചകൾ ഈ ഒരു താഴ്വര സമ്മാനിച്ചു. ആരോ ഒരാൾ പാരാഗ്ലൈഡിംഗ് ചെയ്യുന്നതും കാണാം. ഇന്നത്തെ ലക്ഷ്യം ഡാർജിലിംഗ് ആണ്. ഇവിടുത്തെ ഹിമപാതത്തെക്കുറിച്ച് പേപ്പറിൽ വായിച്ചുവെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു മലയുടെ ഒരു സൈഡ് അങ്ങനെ തന്നെ അടർന്ന് താഴേക്ക് വീണതായി കാണാനാവും. ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന തരം പാലം. പ്രശ്നം എതിരെ വണ്ടി വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്തെത്തി. ഗൂഗിൾ കാണിച്ചു തന്ന വഴികളിലൂടെ ഒക്കെ പോയി. ചുറ്റുമുള്ള ടീ പ്ലാന്റേഷൻസ് തന്നെയാണ് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത. ഡാർജിലിംഗ് ടീ വളരെ പ്രസിദ്ധമാണല്ലോ. ഹോണ്ട ഒരു ടീ ഫാക്ടറി ടൂർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ലുലുമാളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന കാലം തൊട്ടേ ടീ ഫാക്ടറികൾ മാത്രം കണ്ടൊരു മലയാളി എന്ന നിലയിൽ ഞാൻ അതിൽ നിന്നും ഒഴിവായി. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഡാർജിലിംഗ് കാണണമെന്നത്. ഡാർജിലിംഗ് ടൗൺ നേരെയുള്ള ഒരു റോഡ് മാത്രമാണ്. ഒരു വശം മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. റോഡിന് നന്നേ വീതി കുറവ്. But at least they had a sense of humor. ഇവിടെ ബസ്സുകളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഈ കാണുന്ന ടാറ്റ സുമോകളാണ് ഇവിടുത്തെ ബസ്സുകൾ. വഴിയിൽ നിന്ന് ആളുകളെ കയറ്റുകയും ആവശ്യാനുസരണം അവരുടെ സ്റ്റോപ്പിൽ ഇറക്കുകയും ചെയ്യുന്ന ഇത്തരം വാഹനങ്ങളാണ് ഈ പ്രദേശത്തെ ജനജീവിതം സാധ്യമാക്കുന്നത്. ചെങ്കുത്തായ കയറ്റങ്ങളിലും മറ്റും ആളുകളെയും ലഗേജും വെച്ച് കയറാൻ കഴിയുന്ന ഇവരുടെ കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ മനസ്സിൽ കണ്ട പോലെയേ അല്ലായിരുന്നു ഡാർജിലിംഗ്.
റോഡിലൂടെ റെയിൽപാളങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ ആദ്യം ട്രാം ട്രാക്ക് ആണെന്ന് കരുതിയെങ്കിലും പിന്നീട് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയെ പറ്റി ഓർത്തു. 1881 നിർമ്മിച്ച ഈ ട്രാക്ക് 88 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ്. DHR ട്രെയിൻ അഥവാ ടോയ് ട്രെയിൻ എന്ന് വിളിക്കുന്ന ഈ ഒരു ട്രെയിൻ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. ന്യൂ ജൽപൈഗുരി എന്ന സ്ഥലത്ത് നിന്നും ഡാർജിലിംഗിലേക്ക് എത്തുമ്പോൾ 7218 അടിയോളം ഉയരത്തിലെത്തുന്നതാണ് ഈ 2 അടി ഗേജുള്ള ട്രാക്കുകൾ. ഒരു ലേറ്റ് ലഞ്ചും കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ലക്ഷ്യം കലിംപോങ് ആണ്. സമയം 5 മണിയായപ്പോഴേക്കും ഇരുട്ടായി. അധികം വൈകുന്നതിന് മുമ്പ് ഹോട്ടൽ കണ്ടുപിടിച്ച് ഉറങ്ങാൻ നോക്കണം. നാളെ രാവിലെ നേരത്തെ തന്നെ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ എത്തിച്ചേരേണ്ടതാണ്. അങ്ങനെ 12ാമത്തെ ഡ്രൈവ് ടു ഡിസ്കവർ ഇവിടെ അവസാനിക്കുകയാണ്. അറിയാത്ത വഴികളിലൂടെ കാണാത്ത കാഴ്ചകൾ കണ്ട് ഇവിടുത്തെ ആളുകളുടെ സംസ്കാരവും ജീവിതശൈലിയും മനസ്സിലാക്കി ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പായിരുന്നു: The cars we were driving would never let us down. ശരിയാണ്, പലതും കുറച്ച് പരിക്കുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പലതും ടയർ പഞ്ചറായി സ്റ്റെപ്പിനി വീലിലാണ് ഓടുന്നത്. പക്ഷേ ഒരു തവണ പോലും ഇവയൊന്നും വഴിയിൽ കിടത്തില്ല എന്നൊരുറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. സിക്കിം സമ്മാനിച്ച കുറെ നല്ല ഓർമ്മകളും ഒരൽപ്പം ഗൃഹാതുരത്വവുമായി നാളെ തിരിച്ചു കൊച്ചിയിലേക്ക്. The world is like a book. Those who do not travel read only a page എന്ന് സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞ വരികൾ ഓർത്തുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.